ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ ഇതാണ് എങ്കിൽ ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിലും ചർച്ചയാകാൻ പോകുന്ന വാർത്ത എന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് ഇന്നലെ തന്നെ എത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ പേരുകളും ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നാണ് അറിയാൻ സാധിക്കുക. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, പൊതുവെ ഈ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പട്ടിക എന്ന നിലയിലൊന്നുമല്ല പ്രഖ്യാപിക്കാറ്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിട്ടുള്ള പട്ടിക ആദ്യം പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഒക്കെ വിവിധ മണ്ഡലങ്ങളും ഉണ്ടാകും. കേരളത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഇന്ന് പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും ഒരു 100ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുക. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, അമിത്ഷാ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോചന നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇന്നിപ്പോൾ പാർലമെന്റ് ബോർഡ് യോഗം ചേരുന്നത്. അതിനുശേഷം കേരളത്തിലെ ഉൾപ്പെടെ ഏതാണ്ട് 100ഓളം മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകൾ അത് A+ മണ്ഡലങ്ങളായി കാണുന്ന തിരുവനന്തപുരം, തൃശ്ശൂർ, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സീറ്റുകളുണ്ട്. ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ ആര് എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം, മറ്റ് പ്രധാനപ്പെട്ട സീറ്റുകളായി കണക്കാക്കുന്നത് കാസർഗോഡ്, കോഴിക്കോട്, വടകര, പാലക്കാട്, അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിജയസാധ്യത ബി.ജെ.പി. കൽപ്പിക്കപ്പെടുന്ന നിരവധി സീറ്റുകൾ, ഒന്നിലധികം സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ വെച്ചു പുലർത്തുന്നത്. പ്രധാനമന്ത്രിയുടെ തുടരെയുള്ള കേരള സന്ദർശനം, അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും പ്രധാനമന്ത്രി അടുത്തിടെ നടത്തിയ യാത്രകൾ, ഇതെല്ലാം തന്നെ ഗുണകരമാകും. ഇതിന് ഒപ്പമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കുന്നത്. പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷം ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം വാർത്താക്കുറിപ്പായി സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉൾക്കൊള്ളിച്ചുള്ള വിവരം കേന്ദ്ര നേതൃത്വം പുറത്തുവിടുമെന്നാണ് കരുതുന്നത്. വലിയ പോരാട്ടത്തിന് തന്നെയാണ് ഇവിടെ ഇടതു വലതു മുന്നണികൾ ഇതിനകം തന്നെ അവരുടെ സ്ഥാനാർത്ഥി ചിത്രം പുറത്തുവിട്ടു കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായി. സിറ്റിംഗ് എംപിമാരുടെ കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആലപ്പുഴയിൽ മാത്രമാണ് ആര് എന്ന ചോദ്യം അവശേഷിക്കുന്നത്. മറ്റിടങ്ങളിലെല്ലാം സിറ്റിംഗ് എംപിമാർ മത്സരിക്കുമെന്ന കാര്യം വ്യക്തമായി. LDF ആകട്ടെ ഇതിനകം തന്നെ പ്രചരണ പരിപാടികളുമായി, റോഡ് ഷോയുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച വ്യക്തത ഇന്ന് കൈവന്നേക്കും.